ഹായ് ഓൾ, നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കഷൻ ചെയ്തു. ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. അതാണ് ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ പറയുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റീന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. 2 വയേഴ്സ് എ ആൻഡ് ബി ആർ ഓഫ് ഈക്വൽ ലെങ്ത് ഹാവ് ഈക്വൽ റെസിസ്റ്റൻസ്. ഇഫ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ബി, വിച്ച് വയർ ഈസ് തിക്കർ ആൻഡ് വൈ? ഫോർ ഇലക്ട്രിക് സർക്യൂട്ട് ഗിവൺ ബിലോ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് ഉള്ള വയേഴ്സ്, ഈക്വൽ ലെങ്ത് ഉള്ള വയേഴ്സ് ആണ്. അതും സെയിം 2 വയേഴ്സ് സെയിം ആണെന്ന് പറയുന്നില്ല. ബട്ട് എ ഈസ് മോർ ദാൻ ബി, റെസിസ്റ്റിവിറ്റി എക്കാണ് കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വയറായിരിക്കും തിക്ക്? തിക്ക് ആയിട്ട് വരുന്നത് എ തന്നെ ആയിരിക്കും. സോ ദ വയർ എ ഈസ് തിക്ക്. വയർ എ ഈസ് തിക്കർ ബിക്കോസ് അതിനാണ് കൂടുതൽ റെസിസ്റ്റിവിറ്റി വന്നിട്ടുള്ളത്. റെസിസ്റ്റിവിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ലെങ്തിലൊന്നും അഡ്ജസ്റ്റ് ഒന്നും ആവുന്നില്ലെങ്കിൽ അതിന്റെ ഏരിയ കുറയണം. ഏരിയ കുറയണം എന്നുണ്ടെങ്കിൽ വയർ എ ആയിരിക്കും തിക്കർ ആയിട്ടുണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതാ ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലൽ ആയിട്ടാണ് ഈ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദെൻ കറന്റ് ഇൻ ഈച്ച് സർക്യൂട്ട്, ഇതിലെ ഈച്ച് സർക്യൂട്ടിലെ കറന്റ് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കറന്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. സോ ഓരോ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം I1 കണ്ടുപിടിക്കണം. I1 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പൊ വി ബൈ ആർ 6/30. I2 കണ്ടുപിടിക്കണം. I2 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 10 ആണ്. അപ്പൊ 6/10. I3 ഈക്വൽ ടു 6/5. 6/5. സോ എന്തായാലും കിട്ടുന്നുണ്ടാവും, 6/30 പറഞ്ഞാൽ 2/10, 0.2 ആംബിയർ. ഇത് 0.6 ആംബിയർ. ദെൻ 6/5 എന്ന് പറഞ്ഞാൽ 1.2 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 1.2 ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കിയാൽ 1.2 ആംബിയർ ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ കറന്റ് ഡ്രോൺ ഫ്രം ദ ബാറ്ററി. ബാറ്ററിന്ന് ടോട്ടൽ കറന്റ് എത്രയാണെന്നാ ചോദിച്ച്. ഇതെല്ലാം ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്താൽ എന്തായി, ടോട്ടൽ കറന്റ് കിട്ടും. ടോട്ടൽ കറന്റ് ഈക്വൽ ടു എല്ലാം ആഡ് ചെയ്താൽ മതി. 0.2 പ്ലസ് 0.6 പ്ലസ് 1.2. ഇതെല്ലാം ആഡ് ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? 0.2, 0.6, 1.2. ഇതെല്ലാം ആഡ് ചെയ്താൽ 1.8 പ്ലസ് 2 കിട്ടും അല്ലെ. ഇവിടെ 2 ആംബിയർ എന്നാണ് ടോട്ടൽ കിട്ടുക. ഇനി അടുത്തത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, ഈക്വലന്റ് റെസിസ്റ്റന്റ് ഓഫ് സർക്യൂട്ട്. എന്താണ് ഈക്വലന്റ് റെസിസ്റ്റന്റ് ഓഫ് സർക്യൂട്ട്? ഇവിടെ നമുക്ക് അറിയുന്നുണ്ടാവും, ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അത് പാരലൽ ആയതുകൊണ്ട് 1/RP ഈക്വൽ ടു 1/R1. 1/R1 1/30 പ്ലസ് 1/10 പ്ലസ് 1/5. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. എല്ലതും 10, 30, എല്ലാതിന്റെ ഡിനോമിനേറ്റർ 30 ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. LCM എടുത്ത് നോക്കുക. അവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 6 ആയി. ഇപ്പൊ എന്തായി, ഡിനോമിനേറ്റർ എല്ലാം 30 ആയി. ന്യൂമറേറ്റർ എന്താണ്, 1 പ്ലസ് 3 4 പ്ലസ് 10 ആയി. 4 പ്ലസ് 6 10 ആയി. ദെൻ RP ഈക്വൽ നമുക്കറിയാം, നേരെ റെസിപ്രോക്കൽ എടുത്താൽ 3 ഓം ആയിരിക്കും RP വരുന്നുണ്ടാവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മോഡലിൽ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. എക്സ്പ്രസ് ഇറ്റ് മാത്തമാറ്റിക്കലി വെൻ ദ അപ്ലയൻസ് ഓഫ് റെസിസ്റ്റൻസ് R ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ് ഫ്ലോസ് ത്രൂ ദ അപ്ലയൻസ് ഫോർ ടൈം T. അപ്പൊ നമ്മളോട് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാ പറഞ്ഞു. ജൂൾസ് ലോ അവിടെ കൊടുത്തിട്ടുള്ളത്. ജൂൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് the heat produced in a resistor is directly proportional to square of the current given to the resistor and the resistance of the given current and time for the current is flowing through the resistance.
ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്കറിയാം H ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. ഓർ നമുക്കറിയാം വോൾട്ടേജ് വരുന്നതാണെങ്കിൽ H ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ഇതേതെങ്കിലും എന്ത് ചെയ്യാം, വി സ്ക്വയർ രണ്ടും എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 5 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എ ബാറ്ററി ഓഫ് 6 volt. കാൽക്കുലേറ്റ് ദ എനർജി ദാറ്റ് ഡിസിപ്പിറ്റേറ്റ് ആസ് ഹീറ്റ് ഇൻ 10 സെക്കൻഡ് എന്താ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയാ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ, 5 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 ohm, ദെൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 6 volt, ദെൻ എനർജി ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി ദാറ്റ് ഡിസിപ്പിറ്റേറ്റ്. എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. എച്ച് ഈക്വൽ ടു നമുക്കറിയാം വി സ്ക്വയർ ടി ബൈ ആർ. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ ഏതാന്ന് നോക്കാം. ഏതൊക്കെയാണ്, വി ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. സോ വി സ്ക്വയർ ടി ബൈ ആർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ഇൻറ്റു 6 ഇൻറ്റു ടൈം ബൈ 5. സോ ഇത് രണ്ടും കട്ട് ചെയ്താൽ 2, 6 ഇൻറ്റു 6 36 ഇൻറ്റു 2 72 ജൂൾ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ ഓഫ് ലെങ്ത് 2 meter, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1.55 ഇൻറ്റു 10⁻⁻6. അപ്പൊ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ 2.8 ഇൻറ്റു 10⁻⁻8 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റൽ. അപ്പോൾ റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. റോ ഇവിടെ 2.8 ഇൻറ്റു 10⁻⁻8 തന്നിട്ടുണ്ട്, ഇൻറ്റു മെറ്റൽ വയർ ലെങ്ത് 2 ആണ്, ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1.55 ഇൻറ്റു 10⁻⁻6. അപ്പൊ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്താൽ 10⁻2 എന്ന് കിട്ടും. 2.8 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻8ഉം 10⁻⁻6ഉം കട്ട് ചെയ്താൽ 10⁻2 ബൈ 1.55 എന്ന് കിട്ടും. സോ ഇത് രണ്ടും ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ 3.6 ഇൻറ്റു 10⁻2 ഓം എന്നായിരിക്കും ഫസ്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ അലോയ്സ് പ്രിഫേർഡ് ഓവർ പ്യുവർ മെറ്റൽസ് ടു മേക്ക് ദ ഹീറ്റിംഗ് എലമെന്റ്സ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് അലോയ്സ് ആർ പ്രിഫേർഡ് ഓവർ പ്യുവർ മെറ്റൽസ് ടു മേക്ക് ഹീറ്റിംഗ് എലമെന്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസ് ബിക്കോസ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ് ദാൻ പ്യുവർ മെറ്റൽസ്. ശ്രദ്ധിക്കണേ, ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ഇതാണ്, അതുകൊണ്ടാണ് നമ്മൾ മെറ്റലിനേക്കാൾ അലോയ്സ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. ഇനി സി, കമ്പ്യൂട്ട് ദ ഹീറ്റ് ജനറേറ്റഡ് വൈൽ ട്രാൻസ്ഫറിങ് 96,000 coulomb of charge in 2 hours through a potential difference 40 volt. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയ ഐഡിയ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ചാർജ് തന്നിട്ടുണ്ട് അല്ലെ, ചാർജ് ക്യൂ തന്നിട്ടുണ്ട് 96,000 കൂളോ. അടുത്തതോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 40 വോൾട്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 40. കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ, ഹീറ്റ് എനർജിയാ. സോ എച്ച് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം I സ്ക്വയർ ആർ ടി ആണ് അല്ലെ. എച്ച് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി. ബട്ട് ഇവിടെ ഐ ഇല്ല, ആറും ഇല്ല. ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം I ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. ക്യൂ ഉണ്ട് ഇവിടെ, ഓക്കെ. ബട്ട് ആർ ഈക്വൽ ടു വി ബൈ ഐ അല്ലേ. അപ്പൊ നമുക്ക് ഈ ഐനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കാം, വി ബൈ ക്യൂ ബൈ ടി. കാരണം ഐ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ ബൈ ടി. അപ്പൊ ടി മുകളിലെത്തും. അപ്പൊ ആർ ഈക്വൽ ടു എന്താ, വി ടി ബൈ ക്യൂ ആയി. കണ്ടോ, രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി. ഒന്നും കൂടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതില്. അതായത് കറണ്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊന്നും ഇല്ലാതെ പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കുന്നതാണ് സാറ് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കറിയാം എച്ച് ഈക്വൽ I സ്ക്വയർ ആർ ടി, ഹീറ്റ് എനർജിയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എച്ച് ഈക്വൽ I സ്ക്വയർ ആർ ടി ചെയ്താൽ ഹീറ്റ് എനർജി കിട്ടും. സോ എന്താ, എച്ച് ഈക്വൽ ടു I സ്ക്വയർ ആർ ടി കിട്ടും. അതുകൊണ്ട് ഐ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ടി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം, ബിക്കോസ് ഇവിടെ ക്യൂ ആണ് തന്നിട്ടുള്ളത്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ
എന്തായിരുന്നു V/I ആണ്. ബട്ട് ഇവിടെ I ഇല്ല. I എന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ Q/T ആണ്. സോ ഈ T നേരെ Vന്റെ അടുത്തെത്തും. അപ്പൊ R ഈക്വൽ ടു VT/Q എന്ന് വരും. VT/Q. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇത് രണ്ടും ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. H ഈക്വൽ ടു I². Iനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? Q/T ഹോൾ സ്ക്വയർ ഇൻറ്റു ആറിനെ മാറ്റിയിട്ട് VT/Q ഇൻറ്റു T. അപ്പൊ നിങ്ങൾക്കറിയാം H ഈക്വൽ ടു Q²/T² എന്നാവും. Q²/T² ഇൻറ്റു VT/Q ഇൻറ്റു T. നിങ്ങൾ നോക്കണേ, ഇവിടെ T² താഴെയുണ്ട്, മുകളിലെ 2Tയും താഴെയുള്ള T² കട്ട് ചെയ്തു, Qയും സ്ക്വയറും കട്ട് ചെയ്തു, QT. അപ്പൊ നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഇപ്പൊ ഇവിടെ ഫോം ചെയ്തു. എന്താണ്? H ഈക്വൽ ടു ചാർജ് ഇൻറ്റു ടൈം ചെയ്താലും ഹീറ്റ് ആണ്, എനർജി ആണ്. H ഈക്വൽ ടു QT അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ QT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തു. സോ ഹീറ്റ് എനർജി കാണാൻ 9600 ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് QT ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ QT H ഈക്വൽ ടു ചാർജ് ഇൻറ്റു ടൈം. സോ ഹീറ്റ് എനർജി ഈക്വൽ ചാർജ് 96000 ഇൻറ്റു ടൈം എത്രയായിരുന്നു? 6 സെക്കൻഡ്. സോറി, ടൈം അല്ല, വോൾട്ട് ആണ് കേട്ടോ. ടൈം അല്ല, വോൾട്ട് ആണ്. ലാസ്റ്റ് ഇവിടെ V അല്ലേ ഉള്ളത്. അപ്പോൾ H ഈക്വൽ ടു QV ആണ്. ഓക്കെ, H ഈക്വൽ QV. ടൈമൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു അല്ലേ? QV. അപ്പൊ ചാർജ് V ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് കിട്ടും. V എന്താണ്? 40. സോ 96 ഇൻറ്റു 4 ചെയ്താൽ 6 4s are 24, 36, 38. സോ 380000 ജൂൾ എന്ന് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്താം? 3.8 1 2 3 4 5 1 2 3 4 5 4 3 സോറി 384 ഉണ്ടല്ലോ അവിടെ. 384,000 ജൂൾ എന്ന് കിട്ടും. അല്ലെങ്കിൽ H ഈക്വൽ ടു 3.84 ഇൻറ്റു 10⁻⁶ ജൂൾ എന്നും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ഇക്വേഷൻ കിട്ടി. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു V. ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു V. ചാർജ് ഇൻറ്റു വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, next question. Explain the use of electric fuse. What type of material is used for fuse wire and why? Fuse wire എന്തിനാ യൂസ് ചെയ്യുന്നത്? Electric fuse protects circuits and appliances by stopping the flow of any unduly high electric current. നമുക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ ഹൈ ആയിട്ട് വരുന്ന ഇലക്ട്രിക് കറണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഫ്യൂസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ piece of wire made of metal or an alloy or of appropriate melting point. For example, aluminium, copper, iron, lead. ഇതുകൊണ്ടൊക്കെയാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിട്ടുള്ളത്. If a current larger than the specified value flows through the circuit, the temperature of the fuse wire increases. This melts the fuse wire and breaks the circuit. ഇതാണ് ഫ്യൂസിന്റെ എന്താ വർക്കിംഗ്. അപ്പൊ ഈ വർക്കിംഗ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഇസ് ദ ടങ്സ്റ്റൺ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബൾബ് ഫിലമെന്റ്സ് ഓഫ് ഇൻകാൻസെന്റ് ബൾബ്? ഇൻകാൻസെന്റ് ലാമ്പിൽ എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റന്റെ രണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ടങ്സ്റ്റൺ ഈസ് എ സ്ട്രോങ് മെറ്റൽ ദാറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ ഇറ്റ് എമിറ്റ്സ് ലൈറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. രണ്ട് പ്രത്യേകത ടങ്സ്റ്റൺ ഉണ്ട്. ഒന്ന് ഹൈ മെൽറ്റിംഗ് പോയിന്റും പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റലാണ് ആര്? ടങ്സ്റ്റൺ. ഇനി നെയിം എനി ടു ഇലക്ട്രിക് ഡിവൈസസ് ബേസ്ഡ് ഓൺ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസാ പറഞ്ഞു. ഒന്ന് ഇലക്ട്രിക് ലോണ്ടറി അയൺ, ഇലക്ട്രിക് ഹീറ്റർ. എന്തും പറയാം. ഇലക്ട്രിക് ലോണ്ടറി അയണോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററോ ടോസ്റ്ററോ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്യൂസ് വയർ മെൽറ്റ് 5 ആംപിയർ. If it is decided that the fuse wire of same material
melt at 10 ampere. Then whether the new fuse wire should be of smaller or larger radius than earlier one, give reason of your answer. നിങ്ങൾക്കറിയാം ഫസ്റ്റ് നമ്മൾ ഒരു ഫ്യൂസ് വയർ എടുത്തപ്പോൾ അത് 5 ആംപിയറിൽ എന്ത് ചെയ്തു, 5 ആംപിയർ ആയപ്പോൾ തന്നെ മെൽറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സെയിം മെറ്റീരിയൽ തന്നെ മാറ്റി, ബട്ട് 10 ആംപിയർ ആയപ്പോഴാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, മെൽറ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഇവിടെ എന്താണ് കൂടിയിട്ടുണ്ടാവുക, റേഡിയസ് കൂടിയോണ്ടാണ്. അതായത് നമ്മൾ കൂടുതൽ ഏരിയ കൂട്ടിയാൽ ഏരിയ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, ഏരിയ കൂട്ടിയോണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിലൂടെ കൂടുതൽ കറണ്ട് പാസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇത് H=I²RT തന്നെയാണ് വരുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ T ഒരു 1 സെക്കൻഡ് ആണ്, ഇതിലൂടെ കടന്നു പോകുന്ന ഹീറ്റ് എനർജി എത്രയായിരിക്കും? ഹീറ്റ് എനർജി പറഞ്ഞാൽ 5²R × 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിന്റെ റെസിസ്റ്റൻസ് സെയിം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി സെയിം ആണ്, അതുകൊണ്ട് 25R ആണെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ 100R ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 10² R × T ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ 100R × 1 100R ആണ്. ഇതിന്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് H1 ഇത് H2 ആണെങ്കിൽ ഈ ഹീറ്റിന്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ H1/H2 = 25R/100R എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അതായത് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാല് റേഡിയസ് എന്തായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയിട്ടുണ്ട്. അതായത് ഏരിയ ഓഫ് ന്യൂ ഫ്യൂസ് വയർ ഈസ് 4 ടൈംസ് ഓഫ് ഫസ്റ്റ് ആണ് കൂടിയിട്ടുള്ളത്. Therefore, the new fuse of same material and length has larger radius than earlier one. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഒക്കെ വെച്ചിട്ടും വേണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, പവർ ഓഫ് എ ലാമ്പ് ഈസ് 60 watt. ഫൈൻഡ് ദ എനർജി ഇൻ ജൂൾസ് കൺസ്യൂംഡ് ബൈ ഇറ്റ് ഇൻ 1 second. അതായത് ഇവിടെ നോക്കുക, പവർ തന്നിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ദ എനർജി ഇൻ ജൂൾസ് കൺസ്യൂംഡ് ബൈ ഇൻ 1 second. എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഇവിടെ എനർജി നമുക്ക് കണ്ടുപിടിക്കാം, പവർ 60 × ടൈം 1 ആണ്. സോ 60 ജൂൾ ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രിക് ഹീറ്റർ റേറ്റഡ് 1100 watt 1100 watt operates 220 volt. Calculate its resistance and current drawn by it. ഇവിടെ നമുക്ക് ഗിവൺ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പവർ തന്നിട്ടുണ്ട് 110 വാട്ട്, ഇനി വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും വരുന്ന ഇക്വേഷൻ ഏതായിരുന്നു? P = V²/R. സോ R = എന്തായിരിക്കും? V²/P. അപ്പൊ നമുക്ക് R കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ R ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇക്വേഷൻ R എങ്ങനെ ഫൈൻഡ് ചെയ്യാം? R = V²/R. V² എന്ന് പറഞ്ഞാൽ 220 × 220/R വരുന്ന 1100. 0യും 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 കട്ട് ചെയ്യാം. ഇത് രണ്ടും 22/11 2 22/11 2 ആണ്. 22 × 2 44. സോ റേഡിയസ് = 44, റെസിസ്റ്റൻസ് 44 ഓം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കറന്റ് ഡ്രോൺ ബൈ ഇറ്റ് I = V/R ആണ്. V ഇവിടെ 220 ആണ്, R നമുക്ക് കിട്ടിയ 44 ആണ്. സോ ഇത് രണ്ടും കട്ട് ചെയ്താൽ 2 10/2 എന്ന് പറഞ്ഞാൽ I = എന്താ കിട്ടുക? 22നെയും 44നെയും കട്ട് ചെയ്തപ്പോൾ 1/2 എന്ന് കിട്ടി. അപ്പൊ 10/2 എന്ന് കിട്ടി. 10/2 എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇലക്ട്രിക് പവർ ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസ്? റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. എന്താണ് പവർ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇലക്ട്രിക് പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക് എനർജി ഈസ് കൺസ്യൂംഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അതായത് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക് എനർജി ഈസ് കൺസ്യൂംഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി എത്ര റേറ്റിലാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പവർ = E/T. ഇത്ര സമയം കൊണ്ട് എത്ര എനർജി വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ H/T എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
ഇനി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഈസ് വാട്ട്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ വാട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇലക്ട്രിക് കെറ്റിൽ ഓഫ് 2 കിലോ വാട്ട്. ആൻ ഇലക്ട്രിക് കെറ്റിൽ ഓഫ് 2 കിലോ വാട്ട് ഈസ് യൂസ്ഡ് ഫോർ 2 hours. കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് ഇൻ കിലോ വാട്ട് അവറിലും ജൂളിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കിലോ വാട്ട് അവറിൽ കാണാം, അല്ലെങ്കിൽ യൂണിറ്റിൽ കാണാം. യൂണിറ്റിൽ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, പവർ ഇൻറ്റു ടൈം ബൈ 1000 ആണ്. അപ്പൊ പവർ നമുക്ക് വാട്ടിൽ ആക്കണം, ഇതിനെ ഹവറിലാക്കണം, 1000. സീറോസ് കട്ട് ചെയ്താൽ 4 കിലോ വാട്ട് ആണ്. അപ്പൊ നമ്മളോട് കിലോ വാട്ടിൽ മാത്രമല്ല ജൂളിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോ വാട്ട് അവർ ഈക്വൽ ടു 3.6 ഇൻറ്റു 10⁻6 ജൂൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 കിലോ വാട്ട് അവർ എന്തായിരിക്കും? 3.6 ഇൻറ്റു 4 ഇൻറ്റു 10⁻6. 3.6 71 4 ഇൻറ്റു 10⁻6, അതായത് 3.6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 6 ആർ 24, 2 12 4. അപ്പോൾ 14.4 ഇൻറ്റു 10⁻6 ജൂൾ ആയിരിക്കും എന്ത് ചെയ്യുക കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electric device of resistance R when connected across an electric source of voltage V draws a current I. Derive an expression for the power in terms of resistance R and voltage. അപ്പൊ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അത് H/T ആണ്. ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യണം? വിയും ആറും വരുന്ന ഇക്വേഷൻ ഉണ്ടാക്കി കൊണ്ടുവരണം. സോ H എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം I²RT ജൂൾസ് ലോ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ടിയും ടിയും കട്ട് ചെയ്താൽ I²R, അതായത് പവർ ഈക്വൽ ടു I²R ആണ്. ഇനി ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓംസ് ലോ ഈക്വൽ ടു എന്ത് പറയാ? I ഈക്വൽ ടു V/R ആണ്. അത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? അത് ഇതിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ P ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ V/R ആണ്. അപ്പൊ V/R ഹോൾ സ്ക്വയർ ഇൻറ്റു R. സോ P ഈക്വൽ ടു V²/R² ഇൻറ്റു R. ഈ ആറും സ്ക്വയറും കട്ട് ചെയ്താൽ V²/R. സോ പവറിന് നമ്മൾ പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഏത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? റെസിസ്റ്റൻസിന്റെയും വോൾട്ടേജിന്റെയും ടേംസിൽ ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജും റെസിസ്റ്റൻസും P ഈക്വൽ ടു V²/R. എന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പവർ ഓഫ് എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 400? റെസിസ്റ്റൻസ് 400 ഓം, ദെൻ ഓപ്പറേറ്റിംഗ് അറ്റ് വോൾട്ടേജ് 200 വോൾട്ടേജ്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പവർ ആണ് P. അപ്പൊ ഇപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി V²/R. V എന്താണ്? 200 ഇൻറ്റു 200/R 400. സീറോയും സീറോയും കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 2 കട്ട് ചെയ്താൽ ഇവിടെ 1. അപ്പോ 100 വാട്ട് ആയിരിക്കും ആൻസർ വരിക. 100 വാട്ട്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. സാറ് കുറച്ച് സ്പീഡ് ചെയ്യുന്നത് നോക്കണ്ട, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് സാറ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ഗിവൺ നിങ്ങൾ താഴോട്ട് എടുത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 2 lamps, one rated 100 watt at 220 volt and other 60 watt at 220 watt are connected in parallel to electric main supply of 220 volt. Draw a circuit diagram to show this arrangement and calculate the current drawn by the 2 lamps from the mains. അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞൊരു സർക്യൂട്ട് ഡയഗ്രാം. അതിൽ 2 ലാമ്പുകൾ ഉണ്ട്. ഒന്ന് എന്തായിരുന്നു? ഒന്ന് 100 വാട്ടും ദെൻ അടുത്ത 60 വാട്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. ഒരു സർക്യൂട്ട് വരക്കാം. സർക്യൂട്ടിൽ ഇവിടെ ഒരു ലാമ്പും ഇതിന് പാരലൽ ആയിട്ട് വേറൊരു ലാമ്പ്. ഓക്കെ,
കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 220 വോൾട്ട് സപ്ലൈയിലേട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ 220 വോൾട്ട്. ആദ്യത്തെ ലാമ്പ് നമുക്കറിയാം ഇത് 100 വാട്ടാണ്, ഇത് 60 വാട്ടാണ്. ഓക്കെ, ഇതാണ് ഫിഗർ. എന്നിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡ്രോ സർക്യൂട്ട്, കാൽക്കുലേറ്റ് കറന്റ് ഡ്രോൺ ബൈ 2 ലാംപ്സ് ഫ്രം ദ മെയിൻസ്. മെയിൻസ് നിന്ന് എത്രേ കറണ്ട് ഡ്രോൺ ചെയ്യുന്നത്. ഓരോന്ന് പാരലൽ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ്. ആദ്യം നമുക്ക് I1 കണ്ടുപിടിക്കാം. I1 എന്ന് പറഞ്ഞാല് I1 എത്രയാണ് കറണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം P ഈക്വൽ ടു വി ഐ എന്ന് പറഞ്ഞ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. I എന്ന് പറഞ്ഞാൽ എന്താ, ഈ വി ഇവിടെ വരും, പി ബൈ വി. സോ ഫസ്റ്റ് തീറ്റ പി 100 ആണ്, വി 220 ആണ്. കട്ട് ചെയ്താൽ 10/22 ആണ് ഫസ്റ്റത്തെ ഇത്, അല്ലെങ്കിൽ 5/11 ആംബിയർ. 5/11 ആംബിയർ ആണ് ഫസ്റ്റത്തെ കിട്ടുന്നത് നമുക്ക്. ഇതാണ് ഫസ്റ്റത്തെ. ദെൻ I2 എന്ന് പറയുമ്പോൾ എന്താണ്, 60 ആണ്. അപ്പൊ 60/220 കട്ട് ചെയ്താൽ 3/11 ആംബിയർ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കറന്റ് എത്രയാണ്, നമ്മളോട് ചോദിച്ച് കാൽക്കുലേറ്റ് ദ കറന്റ് ഡ്രോൺ ബൈ 2 ലാംപ്സ്. ടോട്ടൽ കറന്റ് ആണ്. അപ്പൊ ടോട്ടൽ കറന്റ് I ഈക്വൽ ടു 5/11 പ്ലസ് 3/11 ചെയ്താൽ 11 കോമൺ ആണ്, 8/11 ആയിരിക്കും. 11 ആംബിയർ ആണ് എന്ത് ഇവിടുത്തെ ഇത് വരുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 11 8.0. അപ്പൊ 7 11s are 77 302. അപ്പൊ 0.72 ആംബിയർ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. സോ ഇത് ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്കറിയാം അടുത്ത ബോർഡ് എക്സാമിന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. 2 lamps of 1 rated 100 220 and 60 220 are connected in parallel to electric main supply. Find the current drawn by 2 bulbs from the line if the supply of voltage is 220. ഇവിടെ ആകെ 220 തന്നിട്ടില്ല, ഇവിടെ 220 തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യേണ്ട. ആൻസർ സെയിം 0.72 ആംബിയർ തന്നെ. അപ്പോൾ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു തരാനാണ് സാർ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നോക്കുക ഈ ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് അയൺ ഹാസ് റേറ്റിംഗ് 750 വാട്ട്. പവർ കിട്ടിയിട്ടുണ്ട് 750 വാട്ട്. ഓക്കെ, ദെൻ വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട് 200 വോൾട്ട്. നിങ്ങൾ നോക്കണേ, 200 വോൾട്ടേജ് ഇതിന് കിട്ടിയാൽ മാത്രമേ 750യിൽ വർക്ക് ചെയ്യുള്ളൂ എന്നാണ് ഈ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ കറന്റ് റിക്വയർഡ് എന്നാ പറഞ്ഞത്. കറന്റ് നിങ്ങൾക്കറിയാം എന്താണ്, I ആണ്. അപ്പോൾ ഇതിലോട്ട് നോക്കുമ്പോൾ P ഈക്വൽ ടു വി ഐ ആണ്. സോ I ഈക്വൽ ടു പി ബൈ വി. പി ബൈ വി എന്ന് പറഞ്ഞാൽ P ഇവിടെ 750 ആണ്, ബൈ വി 200 ആണ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്താൽ 75/20 എന്ന് കിട്ടും. 75/20. ഇത് കട്ട് ചെയ്യുമ്പോൾ 15/4 എന്ന് കിട്ടും. 15/4 നമുക്ക് ചെയ്ത് നോക്കിയാൽ 3 4s are 12, 3.30ൽ 7. സോ 3.7 728 205 3.75 ആംബിയർ. കറണ്ട് എന്തായിരിക്കും, 3.75 ആംബിയർ ആണ് കറണ്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റിംഗ് എലമെന്റ്. ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, R എന്ന് പറഞ്ഞാൽ V/I ചെയ്താൽ മതി. ബിക്കോസ് ഇവിടെ V കൊടുത്തിട്ടുണ്ട് 200. I നമുക്ക് കിട്ടിയപ്പോ എന്ത് കിട്ടി, ഇത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 15/4 കൊടുക്കാം. 15/4 കൊടുത്തു സാറ്. അപ്പൊ 200 × 4/15 എന്ന് കിട്ടും. ഓക്കെ, 20യെയും 15നെയും കട്ട് ചെയ്യാം. 20ൽ 4, 15ൽ 3. 4 × 160/3 എന്ന് കിട്ടും. സോ അത് ചെയ്യുകയാണെങ്കിൽ 160/3 ചെയ്ത് നോക്കാം. എന്തായിരിക്കും, 5 3s are 15, 10 3 3s are 9, 1 3. അപ്പോൾ 53 റെസിസ്റ്റൻസ് എന്താ കിട്ടുന്നത്, 53.3 ഓം ആയിരിക്കും കിട്ടുക.
അടുത്തത് എനർജി കൺസ്യൂംഡ് ബൈ അയൺ ഇൻ 2 hours. എനർജി കൺസ്യൂംഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ നേരത്ത് പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ 750 ആണ്. 750 ഇൻറ്റു 2 hours വരുമ്പോൾ 1500 ജൂൾ ആയിരിക്കും എനർജി വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ 1500 വാട്ട് അവർ. അപ്പൊ ഇതിന് നമുക്ക് കിലോ വാട്ട് അവറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനർജി ഇൻ കിലോ വാട്ട് അവർ ആയിക്കോട്ടെ. എനർജി ഇൻ കിലോ വാട്ട് അവറിലാണെങ്കിൽ പവർ ഇൻറ്റു ടൈം ബൈ 1000 ചെയ്താൽ മതി. സോ പവർ ഇവിടെ 750 ആണ്. 750 ഇൻറ്റു 1000, ടൈം 2 hours ആണ് 1000. ഓക്കെ, അങ്ങനെ 750 ഇൻറ്റു ചെയ്യുമ്പോൾ 0 കട്ട് ചെയ്യാം. 150 ബൈ 100 എന്ന് വരും. 0 കട്ട് ചെയ്താൽ 1.5 കിലോ വാട്ട് അവർ ആണ് ഇവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ള എനർജി. ഈ എനർജീന്റെ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരുപാട് എനർജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബോർഡിന് വരാറുണ്ട്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ അടുത്ത 2 എണ്ണം ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, അപ്പോൾ 1.5 കിലോ വാട്ട് അവർ ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് 50 ക്വസ്റ്റ്യൻ. An electric bulb is connected to 220 volt generator. The current is 2.5 ampere. Calculate the power. സോ പവർ ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് തന്നെ വിയും ഐയും തന്നിട്ടുണ്ട്. 220 ഇൻറ്റു 2.5 ചെയ്താൽ ആൻസർ കിട്ടും. 220 ഇൻറ്റു 2.5 ചെയ്താൽ 25 ഇൻറ്റു 22, 510, 45, 510, 145, 5, അപ്പോൾ 55 10, 550 വാട്ട് ആണ് കിട്ടുക. 550 വാട്ട് ആയിരിക്കും ആൻസർ.